ഒക്കെ വന്നപ്പോൾ കൈയടിയും. ഹായ്, ഞാൻ അബിൻ ടീംസ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. ട്രിപ്പ് നമ്മൾ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ചാലക്കുടിയിലാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് സ്ഥലത്ത് പോകും. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കുറേ നാളുടെ വീഡിയോസൊന്നും ഇടുന്നില്ല. ഇനി നിരന്തരം വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ ടീംസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ടീംസ് ഇവിടെ ഉണ്ട്. നമ്മളപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും 2 ഫ്രണ്ട്സ് ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഈ അരുൺ എന്നെ പോസ്റ്റാക്കി. ഹലോ ഗൈസ്, എന്താ ലേറ്റ്? 1 മണിക്കൂർ ലേറ്റാണ് നീ. നീ പരിചയപ്പെടുത്ത ഏത്? ചാലക്കുടി അരുൺ, അങ്കമാലി അരുൺ അല്ലേ? ഏത്? അപ്പൊ അരുൺ നമ്മളെ ട്രിപ്പിന് കോർഡിനേറ്റ് ചെയ്യുന്ന അരുണാണ്. അവിടെ നിന്ന് നേരെ വാസുവേട്ടന്റെ കടയിലാണ് പോയത്. അവിടുത്തെ കൊഞ്ച് ഫ്രൈയും ബീഫും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റൂമിലെത്തി കേട്ടാ. റൂമിലെത്തി. ഇവിടെ ഒരു റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് റൂം. ഇവിടെ കട്ടിലൊക്കെ ഉണ്ട്. ഓക്കെയാണ്, റൂം ഓക്കെയാണ്. AC ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ബാത്റൂമും ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനി നമ്മളെ കൂടെ ഒരാളുടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളെ ഞാൻ കാണിച്ചു തരാം. ഈ വ്യൂ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പൊളി വ്യൂ ആണ്. ജോസ്മോൻ, അതായത് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ജോസ്മോനാണ്. ജോസ്മോൻ പറയേ, എവിടെയാണ് സ്ഥലം? കോട്ടയം. ജോസ്മോൻ ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ആരാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത്? അപ്പോൾ ആ സ്പോട്ട് നോക്കുക, അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വരുന്ന വെള്ളം. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് രാത്രി നമ്മൾ സേഫായിരിക്കുമല്ലേ? ഒരു പ്രശ്നമില്ലാതെ വേണ്ടി അവൻ അങ്കമാലിന്ന് കൊണ്ടുവന്ന ഷൂ ആണ്. പൊളി ഷൂ കേട്ടോ. ഈ ഷൂട്ടാണ് നമ്മളിവിടെ ഒരു ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്യാൻ പോകണം. ഇല്ല എടുക്കണ്ടേ? എടുത്തൊരു 10-15 ഫോട്ടോ എടുത്തിട്ട് ഗൈസ്. 10-15 ഫോട്ടോ വരുന്നില്ലേ? പക്ഷെ ഇതൊന്നും അവന് ഇഷ്ടപ്പെടുന്നില്ല. ഏത്? അപ്പോൾ നമ്മൾ പുതിയ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാ കായൽ, ഇതാ ഇവിടെ ബീച്ച്. ഇതിനെ കഴിക്കണം എൻ്റെ മോനെ, സീൻ തന്നെ. പിന്നെ ഇതാ ചെക്കന്മാർ ഒരേ പൂൾ. ചുറ്റു വന്നതിന് ശേഷം ഇതാ ഇവിടെ ഒരു പൂളുണ്ടായിരുന്നു കേട്ടോ. പൂളി നമ്മൾ കുളിച്ചില്ല, ഇവിടെ മൊത്തം ക്ലോറിൻ വെള്ളമായതുകൊണ്ട് കുളിച്ചതൊന്നുമില്ല. പിന്നെ ഇതാ ഇവിടെ ഒരു ഊഞ്ഞാലും ഉണ്ട്. ഊഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ചിരിക്കാതെ കഴിക്കുന്നു. ഇതാണ് നമ്മൾ നിൽക്കുന്ന റിസോർട്ട് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി. ആൻകറേജ് അല്ലേ? ഏത്? അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. അരുൺ, പാട്ടിടല്ലേ, കോപ്പിറൈറ്റ് അടിക്കും എനിക്ക്. പാട്ടിട്ട് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ നാട്ടെ നമുക്ക് പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ട്, ചില്ലി ചിക്കൻ ഡ്രൈ ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്. ഏത്? എല്ലാം പൊളി ഫുഡാണ്. ഫുഡും കഴിച്ച് നേരെ വന്നപ്പോൾ ഇവിടെ ക്യാരംസ് ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ച് ക്യാരംസ് കളിക്കാമെന്ന്, കുറച്ച് നേരം സമയം പോട്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിതാ ഇവിടെ ആൻകറേജ് റിസോർട്ടിലാണ് നമ്മളുള്ളത്. ഇപ്പം നമ്മൾ രാവിലെ ഇന്ന് കാപ്പിയൊക്കെ കുടിച്ച് അതിൻ്റെ വീഡിയോ ഒന്ന് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ നമ്മളിന്ന് മോർണിംഗ് ആയപ്പോൾ നമ്മൾ വിചാരിച്ച് എവിടെ പോകുന്നു? നമ്മൾ മോർണിംഗ് തന്നെ ആതിരപ്പള്ളി വാട്ടർഫാളിൽ പോകുന്നു. അവിടെ നേരെ നമ്മൾ മലക്കപ്പാറയിൽ വിടുന്നു. അത് ഫോറസ്റ്റ് ഏരിയ കാര്യം പറയണം. പിന്നെ അരുൺ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് നേരെ ആതിരപ്പള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആതിരപ്പള്ളിയിൽ പോയി ആതിരപ്പള്ളിയൊക്കെ ഒന്ന് കണ്ട്. അവിടെ നമ്മൾ കുളിക്കുന്ന അവിടെ നേരെ നമ്മൾ ഫോറസ്റ്റ് വഴി നാളെ നേരെ മലക്കപ്പാറ പോകുന്നു. ഇന്ന് മലക്കപ്പാറ പോകുന്നു. അവിടെ നേരെ വാൽപ്പാറ വഴി നമ്മള് തിരിച്ചു വരുന്നു. നല്ല വൈബായിരിക്കും. നേരത്തെ ഇന്നലെ 2 ദിവസം മുന്നേ ഒരു 3-4 ആനകളൊക്കെ മുമ്പ് അവിടെ ഉണ്ടാവുമെന്നും അറിയത്തില്ല. കുറച്ച് ആനകളൊക്കെ കാണാൻ പറ്റും നമുക്ക്. മഞ്ഞുമൃഗങ്ങളൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. ബാഹുബലി ARM ഒക്കെ ഷൂട്ട് ചെയ്തതിൻ്റെ താഴെയാണ് ആ ഒരു ലൊക്കേഷനാണ് ഷൂട്ട് ചെയ്തത്. എടാ ഇവിടെയല്ലടാ ബാഹുബലിയും ARM ഒക്കെ ഷൂട്ട് ചെയ്ത? ഓ, പൊളി വ്യൂ തന്നെ കേട്ടോ. ഇനി നമുക്ക് താഴത്തെ വ്യൂ നമ്മൾ പോകുന്നുണ്ടോ? ക്ലോസ് അപ്പ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. അടിപൊളിയാണ്.
അപ്പോൾ ആരും പറയണ താഴോട്ടൊന്ന് ഇറങ്ങാമെന്നാണ്. താഴോട്ടുള്ളതും കൂടെ നോക്കിയിട്ട് വരാം. പക്ഷെ വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴച്ചാലെന്നല്ലേ, വാഴച്ചാലെന്ന് നമ്മൾ മലക്കപ്പാറ റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാടിൻ്റെ അന്തരീക്ഷമാണ്, ഫുള്ള് കാടാണ് കേട്ടോ. ഇത് ഉള്ളിൽ കൂടെ നമുക്ക് ടൈമൊക്കെ തന്നിട്ടുണ്ടല്ലേ അല്ലേ? ടൈം ഇപ്പോൾ നമ്മൾ 1:21 നമ്മൾ കയറിയത്. 3:21 അവിടുത്തെ മലക്കപ്പാറ കഴിഞ്ഞ് പോകണം അല്ലേ? അവിടെ എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ പിന്നെ തിരിച്ച് നമുക്ക് 6 മണിക്ക് അങ്ങനെ തിരിച്ച് റിട്ടേൺ വരാൻ പറ്റും. 6 മണിക്ക് ഉള്ളിൽ അവിടെ നിന്ന് ഇറങ്ങണം. കാരണം ഇത് വനപ്രദേശം ആയതുകൊണ്ടായിരിക്കും ആ സമയത്തിനുള്ളിൽ ഇറങ്ങണമെന്നുണ്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി എങ്ങനെയാണ് തിരിച്ചു വരുന്ന റിട്ടേണൊക്കെ നമുക്ക് നോക്കാം. ഒന്നേ നമ്മൾ മലക്കപ്പാറ വഴി അങ്ങനെ പോകും, ഇല്ലെങ്കിൽ തിരിച്ച് ഈ അപ്പോൾ ആ വഴി പോകും. ജോസ്മോൻ, എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ? എങ്ങനെയുണ്ട്? സംഭവം വൈബാണ്. നമ്മളൊരു മലമ്പുഴയ്ക്ക് വേഴാമ്പലിനെയൊക്കെ കണ്ടു. വേഴാമ്പല് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനെ കണ്ടില്ല കേട്ടോ. ആനയെ കണ്ടില്ല. ആനേരെ കാണുമായിരിക്കും. നമ്മളൊരു സ്ഥലത്ത് നിർത്തി കേട്ടോ. ഇതിൻ്റെ അങ്ങ് അറ്റം ഡാമാണ്. ഞാൻ S25 സൂം ചെയ്ത് കാണിച്ചു തരാം. ഡാമുണ്ടോ? 20x സൂം ചെയ്യണം. ഇത്രയുണ്ട്. ഇത് നമുക്ക് -6 തിരിച്ചിറങ്ങാം. ഇത്രയും ദൂരമുള്ള വ്യൂ ആണ്. ഇവിടെ ഫുള്ള് തേയില തോട്ടങ്ങളാണ് കേട്ടോ. ഈ സൈഡിൽ നമ്മൾ ഇടുക്കിയൊക്കെ പോലെ ഒരു സ്ഥലമാണ് മലക്കമ്പാറ. പിന്നെ നമ്മളെ എണ്ണ തീരാറായി. എണ്ണയാണ് ടെസ്റ്റ്. എണ്ണ എത്തുമെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. എന്നാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി പമ്പ് 30 കിലോമീറ്റർ ഉള്ളതാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറയാറിയാം. നോക്കാം, എത്തുമായിരിക്കും. ഏത് എത്തിയില്ലെങ്കിൽ ഈ ഒരു തേയിലത്തോട്ടത്തിനിടയിൽ നമ്മൾ സ്റ്റേ. തേയിലത്തോട്ടം വൈബ് ചെയ്യാനാട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ. പക്ഷെ കുറേ ലൂപ്പാണെങ്കിൽ കുറേ വഴി കൂടെ ഇങ്ങനെ വന്നു ഒന്നാണ് എത്തിയത്. ഈ സ്ഥലം കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഒരു വ്യൂവിലൊരു ഡാം കണ്ടില്ലേ, അതാണ് ഈ ഡാം. ഡാമിൻ്റെ പേര് എന്താ കാരണേ? ഷോളയാർ ഡാം. ഇതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഷോളയാർ ഡാം പാർക്ക്. ഇത് കയറി കാണാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമ്മളെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഒരു കടയിൽ നിന്ന് നിർത്തി മേടിച്ച്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. അത് വേറൊരു ടേസ്റ്റാണ്. അരുൺ ഇങ്ങനത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ടല്ലോ? കോയമ്പത്തൂരൊക്കെ വെച്ചല്ലേ? തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ ഈ ഒരു ബിരിയാണി ടേസ്റ്റ് ആയിരിക്കും, ഒരു മസാല ടേസ്റ്റ്. പക്ഷേ ഇത് പ്രത്യേകതരം ഒരു മസാല ടേസ്റ്റാണ്. പൊളി തന്നെ. ഇതൊരു ഹെയർ പിൻ വന്നിട്ടുണ്ട്. ഇത് 31ാമത്തെ ഹെയർ പിന്നാണ്. എമറാൾഡ് ഡോവ് ഹെയർ പിൻ അല്ലേ? അങ്ങനെ ഇനിയുണ്ട്. ഇനിയൊരു 30 ഹെയർ പിന്നും കൂടെ ഉണ്ട് ഇതേപോലെ. നമ്മൾ പൊന്മുടിയൊക്കെ പോകുമ്പോൾ ആ റൂട്ടിൽ ഇതേപോലെ 23 ഹെയർ പിന്നുണ്ട്. അതേപോലെയാണ്. പക്ഷേ ഇവിടെ ഹെയർ പിന്ന് കുറേ ദൂരമുണ്ട്. സ്ഥലമാണോ ഇതല്ലേ? ഓ എന്തായാലും നല്ല ദൂരമുണ്ട്. പക്ഷെ വ്യൂ ഒക്കെ പൊളിയാണ് കേട്ടോ. ഈ സൈഡ് വ്യൂവും നല്ല പൊളിയാണ്.